അങ്ങനൊരു വിശ്വാസം കൂടി ടീച്ചർമാരുടെ ഇടയിലുണ്ട്. ഉറപ്പാണ്. ആരൊക്കെയാണെന്നറിയോ? നിങ്ങൾ എത്ര പഠിച്ചാലും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമായിരിക്കും. ആർക്കൊക്കെ ആയിരിക്കും? രണ്ടു കൂട്ടര്. ആരൊക്കെ? ഒന്ന് പാരന്റ്സ്, പിന്നെ മറ്റേതായിരിക്കും. ഏതെങ്കിലും ടീച്ചർ വിചാരിക്കോ? ഏതെങ്കിലും ടീച്ചർ നിങ്ങളെ എത്ര ഉയരത്തിൽ കാണുന്നോ അത്രയും സന്തോഷമാണ്. എല്ലാവരും വിളിച്ചിട്ട് പറയും ഞാൻ പഠിപ്പിച്ചു കൊടുച്ചാ അല്ലെ. അതുപോലെ നിങ്ങളുടെ അമ്മയും പറയും എന്റെ മോനാണ് എന്റെ മോനാണ്. ഇനി ഉയരത്തിൽ എത്തിയില്ലെങ്കിൽ പോലും ടീച്ചർ പറയും ഇല്ലേ, ഇത് ഞാൻ പഠിപ്പിച്ചു കൊടുച്ചാൽ മതി. അപ്പോ അതുകൊണ്ട് ടീച്ചേഴ്സ് പറയുമ്പോ അല്ലെങ്കിൽ അമ്മമാര് പറയുമ്പോ നിങ്ങൾക്ക് എന്തായാലും തോന്നണം, എപ്പോഴും ദേഷ്യം തോന്നും അല്ലെ. ഒന്നും ഉണ്ടാവില്ലേ പറയുന്നില്ല എപ്പോഴും. അപ്പോ ഇനിയും അമ്മമാര് ദിവസവും പറഞ്ഞോണ്ടിരിക്കും രാവിലെ എഴുന്നേക്കണം, ട്യൂഷന് പോകണം, പഠിക്കണം, പിന്നെ അതും ഇതും പറഞ്ഞ് കറങ്ങി നടക്കല്ലേ, പഠിക്കുന്ന എപ്പോഴും പറഞ്ഞോണ്ടിരിക്കൂലേ. എന്തിനാ അങ്ങനെ പറയണത്? ഇപ്പൊ പഠിക്കാതെ പിന്നെ ഇപ്പൊ പഠിക്കാനാ. ആരും അങ്ങനെ ചെയ്യില്ല, എല്ലാവർക്കും പേടിയാ. കുറെ അനുഭവങ്ങളും കാണിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കുന്ന സുഖമായിരുന്നു അല്ലേ. ഇങ്ങനെ ഓരോരുത്തർ ഉപദേശിച്ചുകൊണ്ടിരുന്നാല് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതൊരു മടുപ്പുണ്ട് അല്ലേ ക്ലാസ്സിൽ. പക്ഷെ അധ്യാപകരെ ഇതൊക്കെ പറയും, അവർക്കൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ ഉപദേശിക്കാനൊന്നുമില്ല, ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് പറയാം. ഒന്ന്, നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്നതെല്ലാം മിടുക്കന്മാരെ ആഘോഷിക്കലാണ്. എല്ലാവരും മിടുക്കന്മാരായിരിക്കും, എല്ലാവരും ഫുൾ A+ കിട്ടിയ കുട്ടികളൊക്കെ ആയിരിക്കും, നല്ല മാർക്ക് കിട്ടിയ കുട്ടികളായിരിക്കും. നമുക്കറിയാം ഇപ്പോൾ പഴയ രീതിയല്ല, ഒരുപാട് മാർക്കുകൾ കൂടുതലുള്ള സാധ്യതയുണ്ട്. ഈ വർഷം കുറച്ച് പിടിച്ചിട്ടാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് A+ അങ്ങനെ ഒരുപാട് പേർക്ക് ഫുൾ A+ ഒരുപാട് പേർക്കില്ല. എങ്കിലും ഒരുപാട് A+ കിട്ടിയ കുട്ടികളുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ A+ കിട്ടാതെ പോയ കുട്ടികളെ കുറിച്ച് കൂടി നമ്മളൊന്നാണ്. Mary had a little lamb, its fleece was white as snow. And everywhere that Mary went, Mary went, Mary went. And everywhere that Mary went, the lamb was sure to go. It followed her to school one day, school one day, school one day. It followed her to school one day, which was against the rules. It made the children laugh and play, laugh and play, laugh and play. It made the children laugh and play to see a lamb at school. And so the teacher turned it out, turned it out, turned it out. And so the teacher turned it out, but still it lingered near and waited
patiently about, and waited patiently about till midnight. വിശ്വാസമായ ശിവയെ സ്വാഗതം ചെയ്തു. ആൻഡ്രൂ ഷിംഗ മാസ്റ്റർ, ശ്രീമതി കവിത ഹരികുമാർ സ്വാഗതം. ഐജി ജോളിയെ സ്വാഗതം ചെയ്തു. നേരം കോർഡിനേറ്റർ ശ്രീനർബിനെ സ്വാഗതം ചെയ്തു. പിന്നെ ഈ പരിപാടിയുടെയും ഏറ്റവും വലിയ ഹൈലൈറ്റ് സദസ്സിനെ സ്നേഹവും സ്വാഗതം ചെയ്തു. അവരോട് ഞാൻ ഇന്നലെ പറയുമായിരുന്നു, നമ്മുടെ അമ്മമാര് നമ്മുടെ മക്കളെ നോക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നോക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പൊക്കത്തിലാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് അയക്കുന്നത്. അവരുടെ നല്ല ഭാവിക്ക് വിദ്യാഭ്യാസത്തിന് അടുത്ത പ്രോഗ്രാം ചാർട്ടി സാമ്പത്തികം അതിന്റെ പിന്നാലെ വന്നു. നല്ലത് എന്ന് മനുഷ്യർക്ക് തോന്നിയാൽ ആ മനുഷ്യർക്ക് ഇത് ഞാൻ മറ്റുള്ളവരുമായി അദ്ദേഹം കേൾക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ മാറ്റിവെച്ചത്. വരൂല, പക്ഷെ സാറെത്തി എന്നുള്ളതും സന്തോഷകരമാണ് എന്ന് പറഞ്ഞു. ഭാരവാഹികൾ, ശരണ സഹോദരി സഹോദരന്മാരെ, സഹോദരന്മാരെ, അനുജന്മാരെ, അനുജന്മാരെ, ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സഹായം കുറച്ച് ചെലവഴിക്കാറുണ്ട്. അത് പ്രായമായവരുണ്ട്, ഒരു മധ്യവയസ്കരായിട്ടുള്ള ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കും. അപ്പോൾ പലരും വേർത്ത് കഠിനാധ്വാനം നടത്തി എല്ലാ പണിയും ചെയ്തിട്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അപ്പോൾ നല്ല സ്കൂളിൽ പഠിപ്പിക്കും. അവർക്ക് അങ്ങനെ പഠിക്കാൻ കഴിയാത്ത സമൂഹം തന്നെയാണ് നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവരുമാണ്. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയ ചില എല്ലാ പ്രോത്സാഹനവും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ പലപ്പോഴും കൂടുതൽ സഹായം എന്നുള്ള രീതിയിലല്ല, അതിനപ്പുറത്ത് ഒരു പ്രോത്സാഹനവും അതിനപ്പുറത്ത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടിയാണ്. ഈ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടികളായി വളരണം എന്നുള്ളത് കൂടി ആഗ്രഹിച്ചാണ് ഈ സഹായങ്ങളെല്ലാം നൽകുന്നത്. നമ്മുടെ മക്കൾ നന്നായി പഠിക്കണം, നല്ല പ്രോത്സാഹനം നിങ്ങളുടെ ഈ വരുന്ന ഒരു വർഷക്കാലത്തെ നിങ്ങളുടെ മറന്നു നമ്മൾ ബാക്കിയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാം കൊടുക്കും. നമ്മൾ ഇത് മാത്രം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മറന്നു പോകും ചിലപ്പോൾ. അത് നമ്മുടെ തിരക്ക് കൊണ്ടാകാം. യുണൈറ്റഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഈ ഒരു പ്രോത്സാഹനം അത് തീർച്ചയായും അത് അവരുടെ ഇനിയുള്ള ഈ ഒരു വർഷക്കാലത്തെ അധ്യയനത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഓർത്തു വയ്ക്കാൻ കഴിയാവുന്ന ഒന്നായി മാറട്ടെ. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല അറിവും ഒക്കെ ലഭിക്കുമ്പോൾ പാഠപുസ്തകങ്ങളിൽ മാത്രമുള്ളതല്ല നിങ്ങളുടെ അറിവ്. നിങ്ങൾ അത് മാത്രം തെറ്റിദ്ധരിക്കരുത്. പാഠപുസ്തകങ്ങളിലൂടെ അധ്യാപകർ പഠിപ്പിക്കുന്നതും മാത്രമായിട്ടുള്ള അറിവുകളല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സമൂഹവും അവർ കാണിച്ചു തരുന്ന നല്ല വഴികളും തെരഞ്ഞെടുത്ത് അതുകൂടി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളാണ് എന്നുള്ളത് കൂടി സ്വയം മനസ്സിലാക്കി നമുക്ക് അത്തരത്തിൽ വളരാൻ നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള നമ്മുടെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഈ പുസ്തക വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിനെ പരിശ്രമിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് തുടർന്ന് കലാമേള മരിയ ഗൗരവറ്റി ടീച്ചറാണ് ഇത് നൽകി ഡിഗ്രി പിള്ളേർക്ക് കൊടുത്തു. അടുത്തത് ജൂൺ 14-ാം തീയതി 3-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ BA സോഷ്യോളജി എല്ലാവരും ക്ലാപ്പ്